നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് അപ്പോൾ അടുത്തത് എന്താ ചെയ്യുക? അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് പ്രോസസ്സിൽ നമുക്ക് ഏറ്റവും അധികം ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഫെയിലിയറാണ്. അപ്പോൾ ഈ ഫെയിലിയേഴ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അപ്സെറ്റ് ആവും. കാരണം ഫണ്ട് നമ്മുടെ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാസം ചിലവുണ്ട്, അതുണ്ട്, ഇതുണ്ട്, പ്രശ്നമുണ്ട്. പണ്ട് ജോലി ചെയ്യുമ്പോൾ ശമ്പളം 1-ാം തീയതി ഇങ്ങനെ ക്രെഡിറ്റ് വരുമായിരുന്നു. ഇപ്പോൾ നമുക്ക് ശമ്പളം തരാൻ ആരുമില്ല. ഈ ടെൻഷനുകളൊക്കെ ഉണ്ട്. അതാണ് ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടാവും, ഫാമിലിയിൽ നിന്ന് പ്രഷർ ഉണ്ടാവും, പലരും നമ്മളെ കുറ്റപ്പെടുത്തും. ഇതൊക്കെ നമ്മൾ മെൻ്റലി പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യുക? നമ്മൾ ഓരോ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ പിൻവാങ്ങി വീണ്ടും ജോലിക്ക് പോവുക, നഷ്ടം വന്നപ്പോൾ ജോലിക്ക്, അതല്ല ചെയ്യേണ്ടത്. ഒരു പേനയും പാഡും എടുത്ത് വെച്ച് ഒന്ന് കുറിക്കുക, എന്താണ് ഫെയിലിയർ, എന്തുകൊണ്ടാണ് ഈ ഫെയിലിയർ. അപ്പോൾ നമുക്ക് ഇൻഎക്സ്പീരിയൻസ് കൊണ്ടാണ്, ചില കാര്യങ്ങൾ നമുക്ക് അറിയാതിരുന്നത് കൊണ്ട്, എന്തൊക്കെയാണ് ഇഗ്നറൻസ് കൊണ്ടാണ്, ഇത് കുറിച്ച് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റീവ് സ്റ്റെപ്പ് എടുക്കുക. എന്ന് വെച്ചാൽ ഫെയിലിയർ എന്തുകൊണ്ട് വന്നു, അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താണ്. ഒരു ഫെയിലിയർ വന്ന് പിന്മാറിയാൽ നമ്മൾ സംരംഭത്തിൽ ഒരു കാലത്തും വിജയിക്കില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. തുടക്കം ഒരു 3 വർഷം സ്ട്രഗ്ലിംഗ് ഫേസ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അതിൽ ഇറങ്ങാനായിട്ട്.